അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്താറുണ്ട്. എന്നാൽ അടുത്തിടെ അമേരിക്കൻ മണ്ണിൽ വെച്ച് പാക് സൈനിക മേധാവി അസിം മുനീർ നടത്തിയ ചില പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആണവായുധ ഭീഷണിയും സിന്ധു നദിയിലെ ഡാമുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിലവിലെ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ പാകിസ്ഥാനി വ്യവസായികൾ ഒരുക്കിയ വിരുന്നിലാണ് അസിം മുനീർ ഈ വിവാദ പ്രസ്താവനകൾ നടത്തിയത്. തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും തങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ മടിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നും തകർച്ച നേരിട്ടാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. മൂന്നാമതൊരു രാജ്യത്തിനെതിരെ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇത്തരം ഒരു ആണവ ഭീഷണി ഉയരുന്നത് വളരെ അപൂർവമായ സംഭവമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നദീജല പ്രശ്നങ്ങളും മുനീറിന്റെ പ്രസംഗത്തിൽ പ്രധാന വിഷയമായിരുന്നു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിലെ 250 ദശലക്ഷം ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് സംബന്ധിച്ച് മുനീർ നടത്തിയ ഭീഷണി കൂടുതൽ ഗൗരവതരമാണ്. ഇന്ത്യ ഒരണക്കെട്ട് നിർമ്മിക്കുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ച് കഴിയുമ്പോൾ 10 മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സിന്ധു നദി ഇന്ത്യയുടെ കുടുംബ സ്വത്തല്ലെന്നും മിസൈലുകൾക്ക് തങ്ങൾക്കൊരു കുറവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ. ഈ കരാർ പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചിനാബ് നദിയുടെ നിയന്ത്രണം പാകിസ്ഥാനും നൽകിയിട്ടുണ്ട്. ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം പലപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ നദീജലത്തിന്റെ വിനിയോഗത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇന്ത്യ കരാർ ലംഘിക്കുന്നുവെന്ന ആരോപണം പാകിസ്ഥാൻ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. അസിം മുനീറിന്റെ പ്രസ്താവനകൾക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ വിദഗ്ധർ ശക്തമായി പ്രതികരിച്ചു. മുൻ ഇന്ത്യൻ മേജർ ജനറൽ PK സെഗാൾ മുനീറിന്റെ ഭീഷണി വെറും വാക്കാണെന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത്. ആണവായുധം ഒരു പ്രതിരോധ ഉപാധി മാത്രമാണെന്നും അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും അസിം മുനീറിന് വ്യക്തമായി അറിയാമെന്ന് സെഗാൾ ചൂണ്ടിക്കാട്ടി. അബദ്ധത്തിൽ പോലും പാകിസ്ഥാൻ അത്തരമൊരു നീക്കത്തിന് മുതിർന്നാൽ അത് പാകിസ്ഥാന്റെ തന്നെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ മണ്ണിൽ വെച്ച് നടത്തിയ ഈ പ്രസ്താവനകൾ അന്താരാഷ്ട്ര നയതന്ത്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധ ഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അസിം മുനീറിന്റെ പ്രസ്താവനകൾ ഈ അവകാശവാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. പാകിസ്ഥാന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും ഈ സൈനിക മേധാവിയുടെ പ്രസ്താവനകളിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. അസിം മുനീറിന്റെ പ്രസ്താവനകൾക്ക് പുറമെ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ശ്രദ്ധേയമാണ്. ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചിരുന്നു. ഇത് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഏപ്രിൽ 24-നും ജൂൺ 30-നും ഇടയിൽ 1240 കോടി രൂപയിലധികം നഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കം പാകിസ്ഥാന്റെ വ്യോമഗതാഗതം ഏകദേശം 20% കുറച്ചതായും ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകളെന്ന് പലരും സംശയിക്കുന്നുണ്ട്.